ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ DHLന്റെ പാഴ്സൽ നമുക്ക് പാക്ക് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലൈക്ക് ഇന്നലെ എനിക്ക് ടെമ്മുവിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡെലിവറി ടൈമിൽ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ പാഴ്സൽ ഇവിടെ വെച്ചില്ല. എനിക്ക് അതുകൊണ്ട് ഒരു എന്താ പറയുക, പോസ്റ്റ് ബോക്സിൽ ഒരു ഡെലിവറി കാർഡ് തന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കാർഡ് പോലെ അവർ വെച്ചിട്ട് അവർ പോയി. അപ്പം എനിക്കിങ്ങനെ ടെമോ ആപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് പോലെ വന്നു, ലൈക്ക് എന്താണ് പേഴ്സണൽ ഡെലിവറി പോസിബിൾ അല്ല, അതുകൊണ്ട് പാക്ക് സ്റ്റേഷൻ 119 പോയി കളക്ട് ചെയ്യണം എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെ ഞാൻ ഇന്നലെ പോയി നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ ഇവിടെ വന്ന് പോസ്റ്റ് ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കാർഡ് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ നോട്ടിഫിക്കേഷൻ കാർഡൊക്കെ എടുത്തിട്ട് ഇന്ന് മോർണിംഗ് പോകാമെന്ന് കരുതി. അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. ഞാൻ ഇന്ന് ജസ്റ്റ് പോയി നോക്കി അവിടെ എങ്ങനെയാണെന്നുള്ളത്. കാരണം നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ, നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ അത് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇന്നലെ മെഷീനൊക്കെ പോയി നോക്കിയെന്നേ ഉള്ളൂ. അപ്പം ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. നോക്കണം സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഫ്ലോപ്പ് ആയാലും അത് കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും പോവാം. 9:26 ഇവിടെ യൂണിക് ക്ലിനിക്കിന് ബസ് ഉള്ളത്. അപ്പം എന്തായാലും നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങണം. ഇപ്പം ഇവിടെ ജർമ്മനിയിൽ താമസിച്ചിട്ടാണ് സൺറൈസ് ഒക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി രാവിലെ എണീക്കാനും ഒക്കെ. എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, മറന്നുപോയി. ഇങ്ങനെയാണ് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ കാർഡ് ഉള്ളത്. ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അധികം കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ കാർഡ് നമുക്ക് അവിടെ ഒരു സ്കാനർ ഉണ്ടാവും. സ്കാനറിൽ നമുക്ക് സ്കാൻ ചെയ്യണം. അപ്പം ആ ടൈമിൽ എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പാഴ്സൽ വരും എന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഡോമിന്ന് ഇറങ്ങി. ഇപ്പം സമയം ഇവിടെ 9:13 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി. 9:26 നമുക്ക് ബസ് ഉള്ളത്. അപ്പം എന്തായാലും കുറച്ച് നേരത്തെ പോകാമെന്ന് കരുതി. ചെറിയ തണുപ്പുണ്ട്. എനിക്ക് വലിയ തണുപ്പായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താ പറയുക, സസ്റ്റൈനബിലിറ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീനാണ് എവിടെയും. അവർ ഹൈജീനും എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ലൈക്ക് ക്ലീനിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ സൈഡിലൊക്കെ കാണാൻ പറ്റും. സ്റ്റാഫ്സൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല നല്ല രസമുണ്ട്. ഇപ്പോൾ കുറേ ദിവസം തന്നെ രാവിലെ ഇതുപോലെ ഇറങ്ങിയിട്ട്, ബിക്കോസ് മിക്കവാറും ക്ലാസ്സസ് ചിലപ്പോഴൊക്കെ ഓൺലൈനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഈവനിങ് സ്ലോട്ട്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക, മോർണിംഗ് ഉണ്ടാവാറില്ല. അപ്പം ഇന്നിപ്പോൾ എന്തായാലും രാവിലെ കൊറിയർ എടുക്കാൻ പോകാനുള്ളത് കൊണ്ട് പോകാമെന്ന് വെച്ചു. എന്തായാലും ഇന്നലെ വന്നതാണ്. അപ്പം ഇന്ന് പോയി നോക്കണം. കാര്യം മാക്സിമം ആ പാക്ക് സ്റ്റേഷനിൽ ഒരു 9 days മാത്രമേ, 7 to 9 days മാത്രമേ അവർ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ പാക്കേജ്. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ DHLന്റെ ഹബിലോട്ട് പോവും. അത് ഇപ്പം ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇത് കൊളോണിലാണ്. അപ്പോൾ കൊളോണിൽ പോയി എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പം അതിലും ബെറ്റർ നമുക്കിവിടെ അടുത്തുനിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണല്ലോ നല്ലത്. അപ്പം അങ്ങനെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. എന്തായാലും ടൈം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ഇവിടെ യൂണിക് ക്ലിനിക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുമെന്ന് അറിയില്ല. കാര്യം ചെറുതായിട്ട് കാറ്റിൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് ഓഡിബിളാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം നോക്കാം. ഞാൻ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. H1 സ്റ്റോപ്പിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് ഇവിടുത്തെ ബസ്സിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകമായിട്ട് തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഗൈസ്, നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഞാൻ കയറട്ടെ. ഞാൻ ബസ്സിൽ കയറി. ജസ്റ്റ് 2 സ്റ്റോപ്പേ ഉള്ളൂ. എന്നാലും ഞാൻ തണുപ്പൊക്കെ അല്ലേ, ഒന്നിരുന്നേക്കും. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല ബസ്സിൽ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു 1 minute പോലും നടക്കാനുള്ളതില്ല ആ DHLന്റെ ആ പാക്ക് സ്റ്റേഷൻ്റെ അവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇതിനാണോ ഇത്ര കാര്യത്തിൽ പറഞ്ഞതെന്നുള്ളത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന DHLന്റെ യെല്ലോ ബോക്സാണ് പാക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. അവിടെ ഒരു QR കോഡിൻ്റെ സ്കാനറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്നുള്ളത്. എനിക്കും അറിയില്ല, ആദ്യമായിട്ടാണ്. എന്തായാലും നോക്കാം.
ഇതാണ് DHLൻ്റെ 119 പാക്ക് സ്റ്റേഷൻ. ഇവിടെ ഒരു എന്താണ് സ്ക്രീൻ ഉണ്ട്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാം. ഇംഗ്ലീഷ് എടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ എടുക്കാനുള്ളത് പിക്കപ്പാണ്. അപ്പോൾ ഞാൻ പിക്കപ്പ് എടുത്തു. എന്നിട്ട് നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്യണം. ഇവിടെ സ്കാൻ ബില്ലോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് സ്കാനർ ഉള്ളത്. നമുക്ക് നോക്കാം സക്സസ് ആവുമോ എന്നുള്ളത്. എൻ്റർ യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേരടിച്ച് നോക്കാം. അപ്പം ഇവിടെ സൈൻ ചെയ്യാനൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, സൈൻ ചെയ്ത് നോക്കാമേ എങ്ങനെയാണ്. അപ്പം നമ്മുടെ ബോക്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാണ് എൻ്റെ കൊറിയർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇനി നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ താങ്ക് യു ഫോർ യുവർ പാക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പാഴ്സൽ എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അയക്കാവുന്നതുമാണ് കേട്ടോ. എന്തായാലും പാക്കിങ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇത് കണ്ട് നിങ്ങളും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ ഇതിനകത്ത് എന്താണെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സിമ്പിൾ പ്രൊസീജിയറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, കാര്യം നെയിമും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി സ്പേസ് കൊടുക്കണമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സൈൻ ചെയ്യുന്നതാണെങ്കിലും പക്ഷെ എല്ലാം കൂളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും എന്താണ് ഇനിയിപ്പോൾ നമുക്കുള്ള ബസ് ഓപ്പോസിറ്റ് സൈഡിലാണ്. ബസ്സല്ല, ബസ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. എന്തായാലും പോയി നോക്കാം. ഇങ്ങനെയാണ് കാണാനൊക്കെ ഉണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടാണ് കാണാൻ. ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. യൂണിറ്റിൽ എനിക്ക് ബസ് തിരിച്ചാണല്ലോ പോകാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് നല്ല വെതറാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. ഓവറോൾ നൈസാണ്. അപ്പോൾ നമ്മുടെ ബസ് ഇനിയിപ്പോൾ ഉടനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. അപ്പം എന്തായാലും വീഡിയോയുടെ അൺബോക്സിങ് എന്താണ് പാക്കേജ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും പാക്കേജിൻ്റെ അൺബോക്സിങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതെന്തായാലും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇതിപ്പം കൊറിയറിൻ്റെ മാത്രം ഇതായിട്ട് എങ്ങനെ DHL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അൺബോക്സിങ് ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. എനിവേ എന്തായാലും നമുക്ക് ബസ് വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ.